ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു രാജ് ടോക്സ്. കരം സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. ആളൊഴിഞ്ഞ തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഈ സിനിമ കാണുന്നത്. ഇനി ഇപ്പോൾ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ഇനി 12 മിനിറ്റോടെ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈറ്റിങ്ങിൻ്റെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ ഇത് കേരളത്തിലെ അവസ്ഥയല്ല കേട്ടോ, ഇത് മെൽബണിൽ നിന്നാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവർക്കാണെങ്കിൽ പറയുകയാണെങ്കിൽ ഇത് മെൽബണിലെ തിയേറ്ററാണ്. ഇന്നത്തെ ദിവസം ആരും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഈ തിയേറ്ററിൽ എവിടെ വേണമെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ടിക്കറ്റ് തന്നത്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ സിനിമയേക്കാൾ എക്സൈറ്റ്മെൻറ്റ് ആദ്യം കയറിയപ്പോൾ ഉണ്ടായിരുന്നു. കാരണം ഒരു മനുഷ്യരില്ല. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്ന സ്ഥലത്തൊക്കെ ഇരുന്ന് സൗണ്ട് എഫക്റ്റൊക്കെ നോക്കി നല്ല കിടിലമായി കണ്ട സിനിമ. ഡയറക്റ്റഡ് ബൈ വിനീത് ശ്രീനിവാസൻ, പ്രൊഡക്ഷൻ മെറിലാൻഡ്. എന്താ പറയുക, എനിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ട് ഒരു ക്ലീഷേ സ്റ്റോറിയാണ്, പക്ഷേ അത് മേക്ക് ചെയ്തിരിക്കുന്ന രീതി, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ്, സിനിമാറ്റോഗ്രാഫി അടിപൊളി കിടിലം മേക്കിംഗ്. നോബലിനെ കൊണ്ട് ഈ പരിപാടി പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിടത്ത് പുള്ളി ഒരു കിടിലൻ ആക്ഷൻ ഹീറോ. പുള്ളിയുടെ ആക്ടിങ്ങൊക്കെ എനിക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നി. പുള്ളി ആ റോളിൽ ഫിറ്റാണ്. നല്ലൊരു കിടിലം ഫസ്റ്റ് ഹാഫ്, നല്ല പഞ്ചോടുകൂടി ഒരു ഇൻ്റർവൽ പഞ്ച്. വിനീത് ശ്രീനിവാസൻ ചെയ്യാൻ എന്താ പറയുക, പാസം, ബിരിയാണി, ചെന്നൈ ഇതെല്ലാം വിട്ടിട്ട് ഡയറക്ടർ ഓഫ് തിര എന്നല്ലേ പുള്ളി പറഞ്ഞത്. സോ എനിക്ക് തോന്നുന്നു ദാറ്റ് മേക്ക് സെൻസ്. അങ്ങനെ പറയാൻ കാരണം തിരയ്ക്ക് ശേഷം പുള്ളി ഇങ്ങനെ ഒരെണ്ണം അറ്റംപ്റ്റ് ചെയ്തിട്ടുമില്ല. തിരയുടെ സബ്ജക്റ്റ് ഡാർക്കാണ്, പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള സീൻസ് ഇതിനകത്തുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് കുട്ടികളെയും വെച്ചുകൊണ്ട് കാണാൻ വരരുത്. തിയേറ്ററിൽ ആരെയും കയറ്റി വിടരുത്. ഇച്ചിരി ഹോണ്ടിങ് ആയിരിക്കും. ശരിക്കും രണ്ട് പിള്ളേരുള്ള എനിക്ക് തന്നെ, മക്കളുള്ളപ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഹോണ്ടിങ് ആണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ തീം അങ്ങനെയാണ്. സോ ഡെഫിനറ്റ്ലി കുട്ടികളെയും കൊണ്ട് ഈ സിനിമയ്ക്ക് വരരുത്. മനക്കട്ടിയില്ലാത്തവർ പൊതുവേ ഈ സിനിമയ്ക്ക് വരരുത്. സോ അത് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഹാഫ് തീർച്ചയായിട്ടും ഫീൽ ചെയ്തത്. എഗെയിൻ നോബഡി. മൊത്തത്തിൽ ഫസ്റ്റ് ഹാഫ് കണ്ട എക്സ്പീരിയൻസിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രമാണെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ്, മ്യൂസിക് വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി, ആക്ഷൻ സീക്വൻസ്, അതിൻ്റെയൊക്കെ ഇടയ്ക്ക് കൊടുക്കുന്ന പഞ്ചൊക്കെ ഉണ്ട്. എന്തിനാ സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രക്ക് മൂവ് ആകുമ്പോൾ ഉള്ള സൗണ്ട് എഫക്റ്റ്, അതെല്ലാം കൊള്ളാം. അത്യാവശ്യം ഇവർ സ്പെൻഡ് ചെയ്ത പൈസ എല്ലാം ഇതിനകത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വെൽ സ്പെൻഡ് സോ ഫാർ. ഇനി സെക്കൻഡ് ഹാഫിൽ ഇതെങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ, ഇതെങ്ങനെ പോയി എൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അത്യാവശ്യം സെക്കൻഡ് ഹാഫ് കൂടെ പ്രോപ്പറായിട്ട് വന്നാൽ, എനിക്ക് ഫസ്റ്റ് ഹാഫ് വളരെ ബോധിച്ചു കേട്ടോ. സോ എനിക്കറിയില്ല ഇതിൻ്റെ റിവ്യൂസൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന്. ഞാൻ ഒരു റിവ്യൂവും കണ്ടില്ല. പണി കഴിഞ്ഞു, വീട്ടിൽ പോയി ഡ്രസ്സ് മാറി നേരെ ഇങ്ങ് പോന്നു. സോ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം എനിക്ക് വേണ്ടി ഒരു ഷോ വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, മൊത്തം ടിക്കറ്റും അങ്ങ് വാങ്ങിച്ചു വന്നു. പക്ഷേ അങ്ങനല്ല. എനിവേസ്, ഇത്രയും ഇലോബറേറ്റ് ആയി പോയ സ്ഥിതിക്ക് ഞാൻ സെക്കൻഡ് ഹാഫിൻ്റെ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ഇട്ട് ഈ വീഡിയോ ക്ലോസ് ചെയ്യും. ഈ വീഡിയോ ഞാൻ ഇങ്ങനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. കാരണം ഇതൊരു മെമ്മറിയാണ്, ഇങ്ങനെ ഒരു തിയേറ്ററിൽ ഒറ്റയ്ക്ക്. സോറി ഗൈസ്, എൻ്റെ ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. ഹലോ ഗൈസ്, അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. കാരണം ക്ലീനിങ് സ്റ്റാഫ് വന്നപ്പോഴത്തേക്കും പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ തന്നെ വീട്ടിലെത്തിയിട്ട് ബാക്കി പറയാമെന്ന് വിചാരിച്ചു. സോ സെക്കൻഡ് ഹാഫും കണ്ട് വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ മനസ്സിലുള്ളൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി എനിക്ക് പടം ഭയങ്കരമായിട്ട് വർക്കായി. ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് തീർച്ചയായിട്ടും. സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഇവർ ട്രൈ ചെയ്തിരിക്കുന്ന ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ ഒരു ബ്ലെൻഡും കാര്യങ്ങളൊക്കെ ആദ്യമേ ഉണ്ട്. ഒരു ഫാമിലി സീനിലൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കുറച്ച് കല്ലുകടി ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയപ്പോൾ ഒരു ഭയങ്കര ഹൈ ഇൻറ്റൻസ് ആക്ഷൻ്റെ ഇടയ്ക്ക് വേറൊരു ടൈപ്പ്, ഇത് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, എൻ്റെ ആസ്വാദനമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ടുവേർഡ്സ് ദ ക്ലൈമാക്സ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തൊരു ഹീറോയിക് മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്ത പോലൊക്കെ ഒരു ഫീൽ കിട്ടി. ഒരു ഇമോഷണൽ കണക്റ്റ് ചിലയിടത്തുണ്ട്, ചിലയിടത്തില്ല. പക്ഷേ എനിക്കൊരു പോയിന്റിൽ ഭയങ്കരമായിട്ട് കണക്റ്റായി. അതായത് അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്ത, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അങ്ങനത്തെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു പോയിന്റിൽ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയൊക്കെ വരുമ്പോൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുന്നതെല്ലാം ഒരു ചത്തു തൊലഞ്ഞ് കാണാനൊരു സുഖമുണ്ട്. അതിനി എന്ത് പറഞ്ഞാലും, എന്താ പറയുക, കൊലയ്ക്ക് കൊല അല്ല, കണ്ണിന് കണ്ണ് ശരിയല്ലെന്ന് പറഞ്ഞാലും ഇത്തരം ആൾക്കാരെയൊക്കെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നൊരു തോന്നൽ വന്നു പോകും ഒരു പോയിന്റ് വരെ. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷനിൽ കുറച്ച് പാളിപ്പോയോ എന്നൊരു സംശയം. എങ്കിലും അത്യാവശ്യം മേക്കിങ്ങും എന്താ പറയുക, സിനിമാറ്റോഗ്രാഫി അങ്ങനെ മൊത്തത്തിൽ ടെക്നിക്കലി അടിപൊളിയാണ്. ഒരു വിനീത് ശ്രീനിവാസൻ പടം, അതായത് മുമ്പത്തെ വർഷങ്ങൾക്ക് ശേഷമുള്ള പടങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു റിവ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഫാർ ബെറ്ററാണ്. ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് ബാക്ക് ടു ബാക്ക് എല്ലാ സിനിമകളും കണ്ട് വരുമ്പോൾ കൂലിയൊക്കെ 3 മണിക്കൂർ ഇരുന്ന് കണ്ട് വേർത്ത് ഇതിനൊരു അന്ത്യമില്ലേ എന്ന് വിചാരിക്കുന്നിടത്ത് ഇതൊക്കെ കിടിലം പടങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട പടങ്ങളാണ്. പ്രശ്നങ്ങളുണ്ട്, പോരായ്മകൾ
തീർച്ചയായിട്ടും ഉണ്ട്. അഭിനേതാക്കളെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഷാജോൺ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയെ കൊണ്ട് ചെറിയ ഇടത്തൊക്കെ കോമഡി ചെയ്യിപ്പിക്കാൻ നോക്കുന്നിടത്ത് പാടുന്നുണ്ട്. പക്ഷെ പുള്ളി ഭയങ്കര സ്ട്രെസ്സായിട്ട് ഓരോ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആം, മറ്റേ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആശാൻ ആശാൻ്റെ അങ്ങോട്ട് എനിക്കങ്ങോട്ട് സെറ്റായില്ല. ആശാനെ വന്നിട്ട് ഒരാൾക്കൂട്ടത്തിലും ഒരു സാധാരണ ഒരാൾ പോലെ ഒരു വലിയൊരു പ്രത്യേക ഇമ്പാക്റ്റ്, കാരണം അത്രയും വലിയൊരു വില്ലൻ ക്യാരക്ടറാണ് പുള്ളി. പക്ഷെ പുള്ളിക്ക് അത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. പുള്ളി ലുക്ക് വൈസ് എല്ലാം പെർഫെക്റ്റാണ്, ഓക്കെയാണ്. പക്ഷേ പുള്ളിക്കൊരു ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതങ്ങോട്ട് അങ്ങോട്ട് സെറ്റായില്ല. അങ്ങനെ പിന്നെ വേറെയും കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. മറ്റേ എന്താ പറയുക, ഓഫീസറിനകത്ത് അഭിനയിച്ചൊരു പയ്യനുണ്ട്. എനിക്ക് ആ പയ്യൻ്റെ പേര് വിഷ്ണു സംതിങ് ആണെന്ന് തോന്നുന്നു. അവനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അവൻ കൊള്ളാം. അവൻ മറ്റേ വേറൊരു ലെവലിൽ പിടിച്ചത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്. ചിലതൊക്കെ നല്ല വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു സുഷമ സ്വരാജ് റെഫറൻസിൽ വരുന്നൊരു ക്യാരക്ടറൊക്കെ ഉണ്ട്. അതൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഭയങ്കര കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരുപാട് പോരായ്മകൾ, ഒരുപാട് എല്ലാ സിനിമകളും ഇമോഷണൽ കണക്റ്റ് ആവണമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ചിലയിടത്തുണ്ട്. ചില ഇങ്ങനത്തെ ടോപ്പിക്കുകൾ സംസാരിക്കുന്ന സിനിമകളിലൊക്കെ ആ കണക്റ്റ് ചിലയിടത്ത് കിട്ടണം. എനിക്ക് ചിലയിടത്ത് കിട്ടി. അതെൻ്റെ വൈകാരികമായ കണക്ഷൻ കൊണ്ടാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മക്കളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യാൻ തോന്നുക. നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അതൊഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും അങ്ങനെ ഒരു കണക്ഷൻ വരുമോ ഇല്ലയോ എനിക്കറിയില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ തീർച്ചയായും ഒരു പ്രാവശ്യം ഇതിൻ്റെ മേക്കിങ്ങിനും എക്സിക്യൂഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായും കാണാവുന്നൊരു പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പുള്ളി ഒരു ജോണർ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നു. എങ്കിൽ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയറക്ടർ ഓഫ് തിര എന്നാണ് ട്രെയിലറിലും എല്ലാം എഴുതി കാണിക്കുന്നത്. പുള്ളിക്ക് അങ്ങനെ തന്നെ പറയണം എന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഈ സിനിമ. അങ്ങനത്തെ ടോപ്പിക്കുകളൊക്കെയാണ് സംസാരിക്കുന്നത്. വിദേശ രാജ്യത്ത് ചിത്രീകരിച്ച് അതൊക്കെ നല്ല രസമുണ്ട്. ഫസ്റ്റ് സീനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രക്കിലെ സീനൊക്കെ ഭയങ്കര രസമായിരുന്നു. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊളിയാണ്. നമ്മളങ്ങ് ഭയങ്കരമായിട്ട് സിനിമയിലേക്ക് ഇന്നാവും. പിന്നെ കുറച്ച് അപ്പ് ഡൗൺ അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ എനിക്ക് പക്ഷേ അപ്പോഴും എനിക്ക് വർക്കായി. എനിക്കതിനെ ഒരു മോശം പടമായി അല്ലെങ്കിൽ ആൾ കയറാത്ത അവസ്ഥയിലോട്ട് ഇത് പോകരുത് എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം നല്ല എഫേർട്ടുകൾ ഇട്ടിട്ടുണ്ട്. അതായത് അവരത്രയും അധ്വാനിച്ചിട്ടുണ്ട്. നോബിൾ ഹീറോ ആയിട്ട് വന്ന ആൾ, പുള്ളിയുടെ ഫസ്റ്റ് ഫിലിമാണ് ഇത്രയും വലിയൊരു റോൾ എടുത്ത് വെക്കുന്നത്. പുള്ളി കൊള്ളാം. അതായത് ഒരു പപ്പബ ലെവലിലോട്ടൊന്നും പോയിട്ടില്ല. പുള്ളി ഒരു ഹീറോ ആണെന്ന് പറഞ്ഞാൽ വിശ്വസനീയമാണ്. പുള്ളി ഒരു കോർട്ട് മാർഷൽ കഴിഞ്ഞിട്ട് മിലിറ്ററിയിൽ നിന്ന് വരുന്ന ഒരാൾ, ആ രീതിയിലൊക്കെ പുള്ളിയുടെ ഓരോ പെരുമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ ഭയങ്കര അഭിനയിച്ചങ്ങ് തകർത്തിട്ടുണ്ടോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ആ റോളിന് പുള്ളി പക്കയാണ്. എല്ലാ രീതിയിലും പുള്ളി ഫിറ്റാണ്. സോ അതാണ് എൻ്റെ അഭിപ്രായം. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പ്ലീസ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ലൈക്ക് ദ വീഡിയോ. താങ്ക് യു.